കടല് കൊണ്ടുപോയ മകനു വേണ്ടി 3 വർഷമായി കാത്തിരിക്കുകയാണ് കൊല്ലത്തൊരു കുടുംബം. 2023 മെയ് മാസമാണ് വാളത്തുങ്കൽ കാവിൽ വീട്ടിൽ നെൽസൺ ബിന്ദു ദമ്പതികളുടെ ഏക മകനായ നെബിൻ നെൽസനെ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതായത്. പേരിനൊരു തിരച്ചിൽ നടത്തി കോസ്റ്റൽ ഗാർഡും നേവിയും ഒക്കെ മടങ്ങിയതോടെ നെബിൻ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ കാത്തിരിപ്പിലാണ് ഈ കുടുംബം. ഒരു റിപ്പോർട്ടിലേക്ക്. അവനെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. എന്റെ പൊന്നുമോനെ കാണാൻ വേണ്ടി. കാണാതായി വർഷം 3 പിന്നിട്ടെങ്കിലും മകൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് നെൽസണും ബിന്ദുവും. 2023 മെയ് 26 വെള്ളിയാഴ്ച വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയ 11-കാരൻ നെബിൻ ഇരവിപുരം പനമൂട് കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ തിരയിൽപ്പെടുകയായിരുന്നു. എന്നാൽ കൂടെ പോയ കൂട്ടുകാർ ഇക്കാര്യം മറച്ചുവെച്ചു. പിന്നീട് പോലീസിനോട് കുട്ടികൾ സംഭവം പറഞ്ഞതോടെ 3-ാം ദിവസമാണ് തെരച്ചിൽ ആരംഭിക്കുന്നത്. ആദ്യം കോസ്റ്റ് ഗാർഡും പിന്നീട് കൊച്ചിയിൽ നിന്നെത്തിയ നേവിയും തെരച്ചിൽ നടത്തിയെങ്കിലും നെബിനെ കണ്ടുകിട്ടിയില്ല. മെയ് മാസം 26-ാം തീയതി വെള്ളിയാഴ്ച ഒരു 2:30 ആയപ്പോഴാണ് എൻ്റെ മോനെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. ഈ അമ്പലത്തിനടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കളിക്കാനൊന്നും പറഞ്ഞുകൊണ്ടായി വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ വിളിച്ചുകൊണ്ട് പോയത് കടലില്ലാതെ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഈ പിള്ളേർ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു വാക്ക് പോലും ഞങ്ങളടുത്ത് പറഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കടലിൽ കുളിക്കാൻ പോയി സൈക്കിളും ചെരുപ്പും ഒക്കെ അവിടെ നിന്ന് കിട്ടിയെന്ന്. തെരച്ചിൽ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ച നേവിയും സംഘവും മടങ്ങി. പിന്നീട് ഉള്ളത് വിറ്റുപെറുക്കിയും പണം കടം വാങ്ങിയും ഈ മാതാപിതാക്കൾ ഏക മകനെ തിരഞ്ഞുകൊണ്ടിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ തിരുവനന്തപുരം വരെ തെരച്ചിൽ നടത്തി. യാതൊരു ബലവും ഉണ്ടായില്ല. സർക്കാർ സംവിധാനങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് കൈയൊഴിഞ്ഞതോടെ ഉത്തരമില്ലാത്ത കാത്തിരിപ്പല്ലാതെ പ്രതീക്ഷ വയ്ക്കാൻ ഒന്നുമില്ലാതായി ഈ കുടുംബത്തിന്. ന്യൂസ് മലയാളം, കൊല്ലം.